തിരുവനന്തപുരം DCC പ്രസിഡന്റ് എൻ ശക്തൻ രാജിവെച്ചു. KPC നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറി. എൻ ശക്തൻ രാജിവെക്കാനുള്ള പെട്ടെന്നുള്ള പ്രകോപനം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട നിരവധി സമ്മർദ്ദങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മേലുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ അദ്ദേഹം രാജിക്കത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കൈമാറിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും രാജിവെക്കലുമൊക്കെ ഉണ്ട്. മാത്രമല്ല മറ്റ് പലവിധ സമ്മർദ്ദങ്ങളും DCC താൽക്കാലിക അധ്യക്ഷൻ നിലയിൽ ശക്തന് മേലുണ്ട്. ഇതൊക്കെ സഹിക്കാൻ കഴിയാത്ത രീതി വന്നപ്പോഴാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി സൂചിപ്പിച്ച പോലെ പാലോട് രവി വിവാദത്തിലായ ഘട്ടത്തിലാണ് താൽക്കാലിക അധ്യക്ഷനായി എൻ ശക്തനെ നിയമിച്ചത്. മുൻ സ്പീക്കറാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് അടക്കം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഒരാളെ വീണ്ടും DCC അധ്യക്ഷ സ്ഥലത്ത് താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് കൊണ്ടുവന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ പുനഃസംഘടന നടക്കുന്ന സമയമായതുകൊണ്ടാണ് താൽക്കാലിക അധ്യക്ഷനായി നിയമിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ഈ ചുമതല വഹിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം ശക്തൻ അറിയിക്കുകയും നേരത്തെ രാജ്യസന്നദ്ധ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ KPCC നേതൃത്വം അദ്ദേഹത്തെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അനുനയ ശ്രമങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ KPCയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഇന്ദിരാഭവനിലേക്ക് വിളിപ്പിച്ച് സംസാരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഈ വാർത്ത സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ശക്തൻ രാജിവെച്ചിരിക്കുന്നു എന്നത് KPCC നേതൃത്വം സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇതിൻ്റെ രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ KPCC നേതൃത്വം നൽകുന്ന വിവരം.